എങ്ങനെയാണ് ഇനിയിപ്പോൾ സ്പോർട്സിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പോകുന്നത്? ഇത് കോച്ചിങ് സെന്റർ കോച്ചിങ് കൊടുക്കാന്നൊക്കെ പറയാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് അത്ര ക്ഷമ വേണം ഒരു കോച്ച് ആകണമെങ്കിൽ. അത് നമുക്ക് അത്ര പ്രശ്നം, നമുക്ക് ചെല്ലുക ഓടുക. ഈ കോച്ച് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ഷമ വേണം ഒരു കാര്യം ചെയ്യണം. അതെനിക്കറിയില്ല ഞാൻ ഇനി ഭാവിയിലേക്കാവോ ഇല്ലയോ എന്ന്. പക്ഷേ എല്ലാവരും ഇങ്ങനെ കുറേ പിള്ളേരുണ്ട് സഹായിക്കാൻ ആളില്ലാത്ത പിള്ളേർ. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു, ഞാൻ എന്തായാലും ചെയ്യും. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്പോർട്സ് ചെയ്യിക്കാൻ എനിക്കൊരു വിശ്വാസം കുറച്ച് കുറവാണ്. അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ മലയാളിയുടെ മനസ്സിലും ആദ്യം ഓർമ്മ വരുന്ന മുഖം പി ടി ഉഷയുടേതാണ്. പ്രീജ പറഞ്ഞു, തുടക്കത്തിൽ ദീർഘദൂര ഓട്ടക്കാരിയായി മാറുന്ന ആ ഘട്ടത്തിലൊന്നും ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. പി ടി ഉഷയെ പോലെയുള്ള ഐക്കൺസ് ഏതെങ്കിലും തരത്തിൽ പ്രചോദനമായി നിന്നിട്ടുണ്ടോ? തീർച്ചയായും ഉഷ മേഡത്തെ പറ്റി പറയുകയാണെങ്കിൽ മേഡം ഞങ്ങളുടെ സ്പോർട്സ് ഓഫീസറും കൂടിയാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ മേഡത്തിനെ കണ്ടു. അതിന് മുന്നേ ഞാൻ കണ്ണൂർ ഓടാൻ പോയ സമയത്ത് ഞാൻ ഉഷ മേഡത്തിനെ കണ്ടു. മേഡമാണ് എനിക്ക് പ്രൈസ് മണി തന്നത്. അന്ന് ഞാൻ റോഡ് റേസൊക്കെ ചെയ്ത് 7 കിലോമീറ്ററൊക്കെ ഓടി. അപ്പോൾ അന്നോട് ഫസ്റ്റ് വന്നു. അപ്പോഴൊക്കെ ഞാൻ ആദ്യമായിട്ട് അയ്യോ ഇവർ മേഡത്തിൻ്റെയൊക്കെ അടുത്ത് നിൽക്കാൻ വരും. അപ്പോൾ മേഡം എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. എനിക്കിന് ഇവരെയൊക്കെ കാണാൻ പറ്റിയില്ലോ എന്നുള്ളത്. പിന്നെ അമ്മയും ചേട്ടനും എന്നോട് ഇതെല്ലാം വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരും, ഇവരിങ്ങനെയായിരുന്നു. ഉഷ മേഡത്തിനൊക്കെ അങ്ങനെയാണ് ഞാൻ ശരിക്കും അറിയുന്നത് തന്നെ. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എവിടെ പോയാലും കാണുവാണെങ്കിൽ കോമ്പറ്റീഷൻ എവിടെ ചെന്നാലും പറയും നല്ല ചെയ്യണം, ചെയ്ത് കഴിഞ്ഞ് വന്നാലും പറയും നിങ്ങൾക്കൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ പറയും. എനിക്ക് ഇത്രയും നേരം പ്രീജയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന, വളരെ പെട്ടെന്ന് സന്തോഷിക്കുന്ന, വളരെ പെട്ടെന്ന് വേദനിക്കുന്ന, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് പ്രീജ എന്നാണ്. ഇങ്ങനൊരാൾക്ക് ട്രാക്കിലെ ഈ വലിയ സമ്മർദ്ദങ്ങളെയൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? അതൊക്കെ ദൈവാനുഗ്രഹം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. പിന്നെയാണെങ്കിൽ അമ്മ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അണ്ണായിയോടോട്ട് ഷെയർ ചെയ്യാൻ എത്ര പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ദിവോട്ടും പിന്നെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അവരുമായിട്ട് ഞാൻ എല്ലാ കാര്യം ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ട്, നമ്മൾ എന്തെങ്കിലും മനസ്സിൽ കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പം അത് വിഷം വരും, ഇത് വരും, അതെൻ്റെ കോമ്പറ്റീഷൻ പ്രാക്ടീസിനെ ബാധിക്കും, എല്ലാം ചെയ്യും. ഇപ്പം ഞാൻ കോമ്പറ്റീഷൻ സമയത്താണെങ്കിൽ എനിക്കത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വല്ലതൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ മനസ്സ് ഫ്രീ ആവും. പിന്നെ ദൈവം എന്നൊരാൾ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല ധൈര്യം എപ്പോഴും എനിക്ക് കിട്ടും. ഈ പ്രീജ സ്വന്തം കാര്യം മാത്രം നോക്കി സുരക്ഷിതയായി നീങ്ങുന്ന ഒരു വ്യക്തിത്വമാണോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഈ മലേഷ്യയിൽ സ്കൂൾ അത്ലറ്റിക് മീറ്റിന് വേണ്ടി നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയപ്പോൾ അവർ 2ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്തത്. പലതരത്തിലുള്ള ദുരിതങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു അവഗണനയുടെ ഭാഗമാണ്. സ്വന്തം ഫീൽഡിൽ ഇത്തരത്തിൽ പുതുതലമുറയും നിങ്ങൾക്കൊപ്പമുള്ളവരെല്ലാം പലതരത്തിലുള്ള അവഗണനകൾ നേരിടുമ്പോൾ ഇതിനോടൊന്നും പ്രീജ പ്രതികരിച്ച് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുക പ്രീജ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കരിയർ മാത്രം ശ്രദ്ധിച്ച് നീങ്ങുന്ന ഒരാളാണെന്നാണ്. അത് സ്വന്തം കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പം സ്പോർട്സിലേക്ക് ഇറങ്ങിയാൽ ഞാൻ എൻ്റെ മാത്രമേ കാര്യം നോക്കുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ വേറൊരാളുടെ കാര്യം നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് എൻ്റെ പെർഫോമൻസിന് എനിക്കിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ അവർക്ക് അവിടെയാണെങ്കിൽ അപ്പോൾ അവർക്ക് പോകാൻ പറ്റും. ഞാനിപ്പോൾ അവരുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രാക്ടീസ് ആര് ചെയ്യും? ഈ പ്രാക്ടീസ് ഞാൻ ചെയ്യണം. എനിക്കിത് ചെയ്യണമെങ്കിൽ എനിക്ക് മാനസികമായിട്ട് നല്ല ഇത് വേണം ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ആ ടെൻഷനിൽ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് പ്രാക്ടീസ് നടക്കത്തില്ല. പക്ഷേ ഞാൻ മെഡൽ നേടിയില്ലെങ്കിലോ ഇത് പറയാനും ചോദിക്കാനും 100 ആൾക്കാർ കാണും. ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കെന്തായാലും എൻ്റെ രാജ്യത്തിന് വേണ്ടി മെഡൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും അത് നോക്കും. പക്ഷേ ആണെങ്കിൽ ഞാൻ വന്നതും ഇതേ വഴി തന്നെയാണ് വന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്നതും വരുന്നതൊക്കെ. ഇതിന് മുന്നേ ഞങ്ങളും പോകുന്നത് 2nd ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ ഫസ്റ്റ് 99-ൽ ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ മീറ്റിന് പോവുക. അപ്പോൾ എൻ്റെ തങ്കച്ച സാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ പാല അൽഫോൺസ കോളേജിൽ പഠിച്ചപ്പോൾ. അപ്പോൾ എനിക്കിന്ന് ഹിന്ദി അറിയില്ല, ഒരു ഭാഷ അറിയത്തില്ല. ഇന്നൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് നല്ലപോലെ. അന്ന് ഞാൻ മലയാളം പോലും ഒരാളുടെ അടുത്ത് പോയി ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഞാനെപ്പോഴും ഒതുങ്ങിയ ഒരാളായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ആണെങ്കിൽ ഞാൻ തന്നെ എനിക്കാണെങ്കിൽ ഡൽഹിക്ക് പോകണം. എനിക്ക് പോകാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആ സമയത്ത് തങ്കച്ച സാറിൻ്റെ ഒറ്റൊരു സഹായം കൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് പോകാൻ പൈസ പോലും ഇല്ല. രാത്രിക്കാണ് സാറ് 2 ദിവസം മുന്നെയാണ് സാറ് പറയുന്നത് നമുക്ക് ഈ ദിവസം പോകണമെന്നുള്ളൂ. എനിക്ക് പോകാൻ പൈസയില്ല, വീട്ടിൽ നിന്ന് വരാൻ ആളില്ല. അപ്പോൾ സാറിൻ്റെ കയ്യിലിരുന്ന സാറ് എനിക്ക് പൈസ ഒരു 7000 രൂപ തന്നാണ് സാറ് എന്നെ അന്ന് ട്രെയിനിൽ അന്ന് ടിക്കറ്റ് ഇല്ല.
അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് എന്നിട്ട് സാറ് ആരൊക്കെയോ വിളിച്ച് പറഞ്ഞ് എനിക്ക് AC-യിൽ ഒരു ടിക്കറ്റ് എടുത്ത് തന്നു. പ്രീജ പറയുന്നത് ഈ 2ാം ക്ലാസ്സിലുള്ള 2ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വരുവാണ്, ക്ലേശവും ഒക്കെ സാധാരണ ഒരു അത്ലറ്റ് അനുഭവിക്കേണ്ടതാണെന്നാണ്. അനുഭവിക്കേണ്ടതല്ല, അതായത് ഞങ്ങളും ഇതൊക്കെ അനുഭവിച്ച് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അവർ അത് ചെയ്യാൻ പാടില്ല, ഇവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇവിടെ നടക്കുകയുള്ളൂ. എന്തായാലും അവർ എന്തായാലും മാറ്റം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആണെങ്കിൽ ഇവർ ചെയ്യാത്ത നമുക്ക് ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം വരെ ഇപ്പം ഞാനിപ്പോൾ സ്പോർട്സൊക്കെ നിർത്തി, ഇനിയിപ്പോൾ എനിക്ക് ഇവരുടെ കാര്യത്തേക്ക് ശ്രദ്ധിക്കാം. എന്തുകൊണ്ട് ഈ പിള്ളേർക്കൊന്നും ചെയ്തു കൊടുത്തില്ലാന്ന് എനിക്ക് ചെന്ന് ചോദിക്കാൻ പറ്റും. ഈ പ്രീജ അർജുൻ അവാർഡ് നേടിയ താരമാണ്, ദേശീയ താരമാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി മികച്ച പരിഗണന കിട്ടുന്നുണ്ടോ, അതോ പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും? പണ്ടത്തെ പോലെ തന്നെ. ആ സമയത്ത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്ത് എല്ലാവരും ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നല്ല, അതിനുശേഷം ആരും നമ്മളെ അറിയത്തില്ല, നമ്മളെ വിളിക്കില്ല, പറയില്ല, അങ്ങനെയല്ല. എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ചോദിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന്. നമ്മളെ സഹായിക്കാൻ ഒരാളും ഇല്ല. ഈ പരിശീലനത്തിന്റെ കാലത്തൊക്കെ സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സായി പോലെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഒക്കെ പരിഗണനയോ സഹായമോ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സഹായം ആ സമയത്തൊന്നും ലഭിച്ചിരുന്നില്ല. അതിനുവേണ്ടി ശ്രമിച്ചിരുന്നോ? ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്താന്ന് എൻ്റെ അമ്മയും അണ്ണായി അന്ന് കൂലിപ്പണിക്ക് പോയിരുന്നു. അവർ തരുന്ന പൈസ, പിന്നെ രണേന്ദ്ര സാറ് എനിക്ക് തരുന്ന, സാറിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ 2 വർഷം. ആ സമയത്ത് സാറിൻ്റെ വീട്ടിലെ എല്ലാ ചിലവും സാർ തന്നെ നോക്കിയിരുന്നു. ഞാൻ അവിടെ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എല്ലാ വർഷം. ബാക്കി എല്ലാവരും തന്നെ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ മൂത്ത മോളായിട്ടാണ് എന്നെ കണ്ട് അവിടെ വളർത്തിയത്. കോളേജിൽ വന്ന സമയത്താണെങ്കിലും അതെ, എനിക്കെന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ തങ്കച്ച സാറായിരുന്നു എൻ്റെ ചിലവെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അണ്ണായി അമ്മയും തരുന്ന പൈസ. പിന്നെ എനിക്ക് ഇനി മെഡലൊക്കെ വന്ന് ഇതിനൊക്കെ ശേഷം ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു എന്നെയാണ് സ്പോൺസർ ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾക്കും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നെ സഹായിച്ച ഒരു അങ്കിളുണ്ട്. ഞാൻ അൽഫോൺസോ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഗൾഫിലുള്ളൊരു അങ്കിളാണ്. അത് പത്രത്തിലൊരു ന്യൂസ് കണ്ടിട്ട് അങ്കിൾ എനിക്ക് അവിടുന്ന് ഫുഡ് ഐറ്റംസ്, ഡ്രസ്സുകളൊക്കെ എനിക്ക് ഹോസ്റ്റലിലേക്ക് അയച്ചു തരുമായിരുന്നു. പക്ഷേ എന്നിട്ട് ഒരു പ്രാവശ്യം അങ്കിൾ കാണാൻ വന്നു. പക്ഷേ ഇപ്പം എനിക്കറിയില്ല അങ്കിൾ എവിടെയാണ്. അങ്കിളുണ്ടോ, അങ്കിളിൻ്റെ 2 മക്കളുണ്ട്, ആൻറ്റിയുണ്ട്, പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗൾഫിൽ. അങ്ങനെ എനിക്ക് ഒരു സഹായം തന്നു. അതുപോലെ തന്നെ ഇപ്പം കോട്ടയത്ത് ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഒരു മൈക്ക് സെറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഞാൻ കോട്ടയത്ത് ഓടുന്ന കണ്ടുകൊണ്ട് ആ അപ്പച്ചൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് എനിക്ക് ഡ്രസ്സുകൾ, പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഇടയ്ക്ക് മേടിച്ചുകൊണ്ട് തരായിരുന്നു. ഇത്രയും എനിക്ക് പുറത്തുനിന്ന് ഒരു സഹായം കിട്ടിയിട്ടു, അല്ലാതെ വേറെ ആരും എന്നെ ഇതുവരെ അങ്ങനെ സഹായിച്ചിട്ടില്ല. പ്രീജ ഇപ്പോൾ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ദീർഘദൂര ഓട്ടത്തിൽ മികവ് കാണിക്കാൻ കഴിയും എന്ന് പ്രീജ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പ്രീജയ്ക്ക് പിന്തുടർച്ച ഉണ്ടാകാൻ അവർക്ക് ഇതുപോലെയുള്ള തടസ്സങ്ങൾ ഇനി ഉണ്ടാകും, നേരിടേണ്ടി വരും. അതല്ല, അവർക്ക് കുറെ കൂടി സുഗമമായി ഇനി മുന്നിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ കായിക മേഖലയിലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒന്നാമതാണെങ്കിൽ ഞാനിപ്പോൾ നാഷണൽ ക്യാമ്പിൽ ചെന്നതോടുകൂടിയാണ് എനിക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് വന്നത്. അതായത് ഇവിടെയൊക്കെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. നാഷണൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് പിള്ളേരാണ് വരുന്നത്. അപ്പോൾ പല ക്വാളിറ്റി അവരിലുണ്ട്. ചിലർ നല്ല സ്പീഡായിരിക്കും, ചിലർക്ക് നല്ലപോലെ ലോങ് ഓടാനുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ അവരെയൊക്കെ കൂടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്കും അതുപോലെ തന്നെ ചെയ്യണം, എനിക്കും ചെയ്യണം, അവരെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ഇത് തോന്നും. അത് തന്നെ നമുക്ക് കോമ്പറ്റീഷനും തോന്നും. പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് തന്നെ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ പാർലി സ്കൂളിൽ, മുണ്ടൂരി സ്കൂളിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ലപോലെ ലോങ് റേസസ് വരുന്നത്. ഇവർ തന്നെയാണ് ഇപ്പോൾ ജൂനിയർ ലെവലിലാണെങ്കിൽ. പിന്നെ മഹാരാഷ്ട്ര എന്ന 1-2 പിള്ളേരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചൊരു സ്ഥലത്ത് നിന്ന് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ എന്തായാലും നല്ലപോലെ ഇപ്പം ഞാൻ ചെന്നേക്കാളും നല്ല ടൈമിൽ പിള്ളേർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കായിക താരങ്ങൾക്ക് പലപ്പോഴും അംഗീകാരങ്ങൾ കിട്ടുന്നത് പുറത്തുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് നാനോ കാർ കൊടുത്തു, അങ്ങനെയുള്ള അംഗീകാരങ്ങൾ, സാമ്പത്തികമായുള്ള പിന്തുണയെല്ലാം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരെ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ? ഇപ്പോൾ നാഷണൽ ഗെയിംസ് വരുന്നുണ്ട്. ഇപ്പോൾ എത്ര പേര് കേരളത്തിന് വേണ്ടി ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോൾ എൻട്രി വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അതായത് നമ്മുടെ കേരളത്തിൽ 5 ലക്ഷം വെച്ച് 5, 3, 2 വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വേറെ സ്റ്റേറ്റുകാരാണെങ്കിൽ ഈ സ്പോർട്സിന് വേണ്ടിയാണെങ്കിൽ തന്നെയാണെങ്കിലും അവർക്ക് ഇപ്പോൾ അതിലും കൂടുതൽ എല്ലാവർക്കും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും പൈസ എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് സ്പോർട്സ് ഫീൽഡിലാകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ചിലവുണ്ട്. ആര് സഹായിക്കാനില്ലാത്തവർക്ക് പിള്ളേർക്കൊക്കെ ഒരു ആശ്രയമായിരിക്കും നാഷണൽ ഗെയിംസ്, നാഷണൽ കോമ്പറ്റീഷനൊക്കെ. അപ്പോൾ എവിടെ കൂടുതൽ പൈസ കിട്ടുന്ന ആ പിള്ളേർ അങ്ങോട്ട് പോകാൻ നോക്കും. പക്ഷേ ആണെങ്കിൽ പിന്നെ എൻ്റെ കേരളത്തിൽ എനിക്ക് കേരളമാണ് എല്ലാം എന്ന് പറഞ്ഞ് കേരളത്തിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് പേര് മാത്രമേ കണ്ടു. ഇപ്പോൾ എല്ലാവരും പറയും കേരളത്തിന് വേണ്ടി ചെയ്യണമെന്ന് എല്ലാവരും പറയും. പക്ഷേ ആണെങ്കിൽ അതനുസരിച്ച് അവരെ സഹായിക്കുവാണെങ്കിൽ എല്ലാവരും കേരളത്തിന് വേണ്ടി വരും. അതുപോലെ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ പൂർണ്ണമായ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതായത് പ്രീജ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നാണോ, അതല്ല ട്രാക്കിനോട് പൂർണ്ണമായി വിട പറയുമെന്നാണോ? എന്താണ് യഥാർത്ഥത്തിലുള്ള തീരുമാനം? ഇപ്പം ഞാൻ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നാണ് നിർത്തി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ നാഷണൽ ഗെയിംസോട് കൂടി
ട്രാക്കുമായിട്ട് ഫുള്ള് നിർത്താനുള്ള പരിപാടിയാണ്. ഈ 19 വർഷത്തെ ജീവിതത്തിൽ, അതായത് ഈ കരിയറിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? എൻ്റെ അമ്മ അണ്ണായോടും പിന്നെ എൻ്റെ കോച്ചസിനോടുമാണ് കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇവരാരും ഇല്ല, ഇവരില്ലെങ്കിൽ ഞാനില്ല, സ്പോർട്സ് ജീവിതമില്ല എൻ്റെ അത്രയും. പ്രീജ ഇനി സജീവമാകാൻ പോകുന്നത് എങ്ങനെയാണ്? ഏത് റോളിലാണ് ഇനി നമ്മൾ പ്രീജയെ കാണുക? ഇനി ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പോകും. സ്പോർട്സിൽ പിന്നെയാണെങ്കിൽ എനിക്ക് കഴിയുന്ന സഹായം എന്തായാലും ഞാൻ എനിക്ക് പിള്ളേർക്ക് വേണ്ടി ചെയ്യണം. സ്പോർട്സുകാർക്ക് എന്താണെന്നുള്ള ഇപ്പോൾ എനിക്ക് പറയാൻ അറിയത്തില്ല. എന്ന് വെച്ചാൽ നാഷണൽ ഗെയിംസ് എനിക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാഷണൽ ഗെയിംസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ്. ഏതായാലും ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.